തൃശൂർ പൂരം വിവാദത്തിൽ മാസങ്ങൾക്ക് മുൻപ് 24 പുറത്തുവിട്ട വാർത്ത ഏറ്റെടുത്ത് മറ്റ് മാധ്യമങ്ങൾ. പൂരം അലങ്കോലമാക്കിയതിന് പിന്നിൽ തിരുവമ്പാടി ദേവസ്വം എന്ന ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് 24 പുറത്തുവിട്ടത് സെപ്റ്റംബർ 24-നാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയായിരുന്നു തിരുവമ്പാടി ദേവസ്വത്തിന്റെ നീക്കമെന്ന് റിപ്പോർട്ടിലുണ്ടെന്ന് ദീപക് ധർമ്മടം പുറത്തുവിട്ട വാർത്തയിൽ ഉണ്ടായിരുന്നു. മാസങ്ങൾക്കിപ്പുറം ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് മറ്റു മാധ്യമങ്ങൾ. തൃശൂർ പൂരം അട്ടിമറി ആസൂത്രിതമെന്ന് ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് വന്നു. തിരുവമ്പാടി സെക്രട്ടറി ഗിരീഷ് കുമാർ പൂരം നിർത്തിവെച്ച് തടസ്സമുണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ പരാമർശം. പൂരം നടത്തണമെന്ന നിലപാടായിരുന്നു പാറമേക്കാവ് ദേവസ്വം എന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വനം വകുപ്പിന് എതിരെയും റിപ്പോർട്ടിൽ ചില പരാമർശങ്ങളുണ്ട്. ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ദീപക്, പറയൂ. വെരി ഗുഡ് ഈവനിങ് SKN. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ADGP MR അജിത് കുമാർ സമർപ്പിച്ച DGP സർക്കാരിന് കൈമാറിയ പൂരം അന്വേഷണ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് സർക്കാർ AGക്ക് അയച്ചു എന്നതാണ് ഏറ്റവും പുതിയ നിർണായകമായ വാർത്ത. അതായത് ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിലേക്ക് സർക്കാർ ഇത് സമർപ്പിക്കാൻ പോകുന്നു. അതിന്റെ മുന്നോടിയായി സർക്കാർ ഇത് AGക്ക് കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ്. AG ചിലപ്പോൾ എത്രയും വേഗം. ദീപക് ധർമ്മടം തത്സമയം ചേരുന്നുണ്ട്. ദീപക്, ഈ വാർത്ത നമ്മൾ പുറത്തുവിട്ടിട്ട് 3 മാസം തികയുകയാണ്. സെപ്റ്റംബർ 24, ഇപ്പോൾ ഡിസംബർ 24 ആകുന്നു. അതിനുശേഷമാണ് ഈ റിപ്പോർട്ട് DGP തള്ളി മറ്റൊരു അന്വേഷണത്തിലേക്കൊക്കെ പോയത്. ഇപ്പോൾ ഈ അന്വേഷണത്തിലൊന്നും ഇതുവരെയും അതിന്റെ വിവരങ്ങളൊന്നും ആകുന്നില്ല, അല്ലെങ്കിൽ ആ അന്വേഷണത്തിൽ മെല്ലെപ്പോക്ക് എന്നുള്ളതല്ലേ വാർത്ത? അനുജ, കൃത്യമായി പറഞ്ഞാൽ 3 മാസം മുൻപ് 24 പുറത്തുവിട്ട വാർത്ത സെപ്റ്റംബർ 24 നമ്മൾ പുറത്തുവിട്ടു. ഇന്നിപ്പോൾ ഡിസംബർ 23. അങ്ങനെ നോക്കുമ്പോൾ കൃത്യം 3 മാസത്തിന് മുൻപ് 24 ബ്രേക്ക് ചെയ്തു. പ്രൈം ടൈം SKNലായിരുന്നു. അതിൽ കൃത്യമായി പറഞ്ഞതാണ് തിരുവമ്പാടി ദേവസ്വം ഈ പൂരം അട്ടിമറിക്കാൻ വേണ്ടി ഇടപെട്ടു. അതിൽ ഗിരീഷ് കുമാർ കൃത്യമായി പൂരം നിർത്തിവെക്കാൻ ഇടപെട്ടു എന്നുള്ളത് MR അജിത് കുമാറിൻ്റെ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതാണ്. ആ റിപ്പോർട്ട് 24 ബ്രേക്ക് ചെയ്തു. ഇതിന് ശേഷമായിരുന്നു PV അൻവറിൻ്റെ വിവാദം. തിരുവമ്പാടി ദേവസ്വം MR അജിത് കുമാറിനെതിരെ എത്തുന്നു. വിജിലൻസ് അന്വേഷണം. ഒടുവിൽ വിജിലൻസ് തന്നെ അന്വേഷിച്ച് ഒരഴിമതിയും നടത്തിയില്ല എന്ന കണ്ടെത്തലിലേക്ക് എത്തുന്നു. ഈ ഘട്ടത്തിലാണ് വീണ്ടും MR അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് വാർത്തയാകുന്നത്. മറ്റു മാധ്യമങ്ങൾ അനുജ പറഞ്ഞതുപോലെ 3 മാസത്തിന് ശേഷം ഏറ്റെടുത്തിരിക്കുന്നു. ഇന്ന് മനോരമ പത്രം ഉൾപ്പെടെ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. മറ്റ് ചാനലുകൾ എല്ലാം ഏറ്റെടുക്കുന്നു. വളരെ കൃത്യമായി തന്നെ ഇതിൽ പൂരത്തിനെ അട്ടിമറിക്കാൻ വേണ്ടി ആസൂത്രിതമായ ഗൂഢാലോചന നടന്നു. ആ ഗൂഢാലോചന ഒരു ലാർജർ സ്കെയിൽ കോൺസ്പിറസിയാണ്. അത് പ്രത്യേകം അന്വേഷിക്കണമെന്ന് MR അജിത് കുമാർ പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. അങ്ങനെ ക്രൈംബ്രാഞ്ച് ADGP വെങ്കടേഷിൻ്റെ നേതൃത്വത്തിൽ FIR ഇട്ടുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പൂരം ആസൂത്രിതമായി നിർത്തിവെച്ചൊരു പ്രശ്നമുണ്ടാക്കുകയായിരുന്നു. അതിന് പുറകിൽ രാഷ്ട്രീയ ലാഭം ലക്ഷ്യം വെച്ചിരുന്നു. അന്ന് നമ്മൾ ഗിരീഷ് കുമാറിനെ ഉൾപ്പെടെ ലൈവിൽ അന്ന് നമ്മുടെ സൂരജ് സജി തൃശ്ശൂർ പ്രതിനിധി കൊണ്ടുവന്നതാണ്. ആ വാർത്തയാണ് ഇപ്പോൾ വീണ്ടും പ്രാധാന്യം നേടുന്നത്. മാത്രമല്ല ഇതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പൂരം അട്ടിമറിക്കാൻ ഒരു കോൺഗ്രസ് ബന്ധമുള്ള ഒരു ഗിരീഷ് കുമാർ രംഗത്ത് വരുന്നു എന്ന് പറയുമ്പോൾ, മാത്രവുമല്ല തിരുവമ്പാടി ദേവസ്വത്തിൽ BJPക്ക് സ്വാധീനമുണ്ടെന്ന് പറയുമ്പോൾ, ഈ പൂരം അട്ടിമറിക്ക് മുന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന വിലയിരുത്തലിലേക്ക് ഈ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഏതായാലും അതിപ്പോൾ വീണ്ടും പുതിയ വിവാദമായി മാറുകയാണ് അനുജ. ദീപക്, ഇപ്പോൾ ഈ കണ്ടെത്തലിൽ അതിലെന്താണ് ഇപ്പോൾ പുതിയ അന്വേഷണത്തിൽ എന്തെങ്കിലും മറിച്ച് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? അതിൽ എവിടെയാണ് വീഴ്ച എന്നുള്ളതിൻ്റെ എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ പുതിയ അന്വേഷണത്തിന്റെ ഭാഗമായി? നമുക്ക് ലഭ്യമാകുന്നത് പ്രാഥമികമായി ക്രൈംബ്രാഞ്ച് FIR ഇട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ MR അജിത് കുമാർ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശാസ്ത്രീയമായ തെളിവുകൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടായിരുന്നു അത്തരമൊരു റിപ്പോർട്ട് നൽകിയത്. അതിൽ നിന്നും മറിച്ചെന്തെങ്കിലും കണ്ടെത്തലുകൾ ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല വനം വകുപ്പിനെതിരെ അതിൽ പരാമർശമുണ്ടായിരുന്നു, വനം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ. മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ തലത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനത്തിലെ വീഴ്ചകൾ സംബന്ധിച്ച് കൃത്യമായൊരു അന്വേഷണം ADGP മനോജ് എബ്രഹാമിൻ്റെ, അന്നത്തെ ഇൻ്റലിജൻസ് മേധാവിയാണ്, ഇപ്പോഴത്തെ ലോ ആൻഡ് ഓർഡർ ADGP ആണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുമുണ്ട്. ഇതിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നീങ്ങുന്നത് MR അജിത് കുമാറിൻ്റെ കണ്ടെത്തലുകൾക്ക് അതേപടിയാണ് എന്നുള്ളതാണ്. അതായത് ഇതിലൊരു അട്ടിമറി നടന്നിട്ടുണ്ട്, അട്ടിമറിക്ക് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. അതായത് പൂരം നിർത്തിവെച്ച് ഒരു പ്രശ്നമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിലും പ്രാഥമികമായ വിവരങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അനുജ. അതാണ് സെപ്റ്റംബർ 24-നാണ് 24 ഈ വാർത്ത പുറത്തുവിട്ടത്. അതായത് പൂരം കലക്കാൻ ശ്രമിച്ചത് തിരുവമ്പാടി ദേവസ്വമാണ് എന്ന ADGP ആയിരുന്ന അജിത് കുമാറിന്റെ റിപ്പോർട്ട്, അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് പിന്നീട് അത് വാർത്തയായി വരുന്നു. ദേവസ്വം അത് തള്ളുന്നു.
അതെല്ലാം കഴിഞ്ഞാണ് ഇപ്പോൾ DGPയും ആ റിപ്പോർട്ട് തള്ളി. അതിനുശേഷമാണ് ഇതിൽ ത്രിതല അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടത്. ആ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്നാൽ ഇതിൽ ഇപ്പോഴും എന്താണ് വസ്തുത എന്നുള്ളത് കണ്ടെത്താൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ആ റിപ്പോർട്ട് ഇനിയും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. അന്വേഷണം തുടരുകയാണ്.